പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ വീണ്ടും പുതിയൊരു പെന്തക്കോസ്ത തിരുനാൾ കടന്നു വരികയാണ്. പെന്തക്കോസ്ത തിരുനാൾ ദിവസം പരിശുദ്ധാത്മാവ് സഭയിലേക്ക് കടന്നു വന്ന് സ്ത്രീഹന്മാരിൽ വന്ന് നിറഞ്ഞ് അഭിഷേകം ചെയ്ത ദിവസമാണ് പെന്തക്കോസ്ത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗ്രഹിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഈ സ്വർഗാരോഹണ തിരുനാൾ കഴിഞ്ഞുള്ള ഈ 10 ദിവസം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആരാണ് പരിശുദ്ധാത്മാവ്? നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം. ആരാണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആളത്വമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ മൂന്നാമത്തെ ആളത്വം പരിശുദ്ധാത്മാവാണ്. മൂന്നാമത്തെ സ്പിരിറ്റ്. ദൈവം ആത്മാവാണ് എന്നാണ് നമ്മൾ പറയുക. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. പിതാവായ ദൈവത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവായ ദൈവം പുറപ്പെടുന്നത്. നമ്മൾ വിശ്വാസപ്രമാണത്തിൽ ഇങ്ങനെ പറയുന്നത്, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വ്യതിരക്തത എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന് പ്രത്യേകമായി ഈ 3 അരൂപികളിൽ, പിതാവ് എന്ന അരൂപി, പുത്രൻ എന്ന അരൂപി, പരിശുദ്ധാത്മാവ് എന്ന അരൂപി, 3 അരൂപികളാണ്. സ്പിരിറ്റ്, പിതാവ് സ്പിരിറ്റാണ്, പുത്രൻ സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവ് സ്പിരിറ്റാണ്. എന്നാൽ ഇതിന്റെ വ്യതിരക്തതയിൽ നിന്നാണ് നമ്മൾ തിരിച്ചറിയുക. എന്താണ് ഇത് വ്യതിരക്തത എന്ന് പറയുന്നത്? ആദ്യത്തെ സ്പിരിറ്റിൽ നിന്നാണ് പുത്രൻ ജനിക്കുന്നതും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നതും. അതുകൊണ്ട് ജനിപ്പിച്ച സ്പിരിറ്റാണ് പിതാവ്. പുത്രൻ എന്ന സ്പിരിറ്റ് പിതാവിൽ നിന്ന്, സ്പിരിറ്റിൽ നിന്ന് ജനിച്ചതാണ്. അതുകൊണ്ടാണ് പുത്രനെ പുത്രൻ എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഈ പുത്രനായ ദൈവത്തിന്റെ മനുഷ്യാവതാരം കടന്നു വരുമ്പോഴാണ് യേശുക്രിസ്തു ആവുന്നത്, ദൈവപുത്രൻ മനുഷ്യപുത്രനായി മാറുന്നത്. അപ്പോൾ പിതാവ് പുത്രൻ എന്ന് വിളിക്കുന്നത് പിതാവിൽ നിന്ന് ജനിച്ചതാണ് പുത്രൻ. അതുകൊണ്ട് അനാദിയിൽ ജനിച്ചതാണ്. അനാദിയിൽ പിതാവിൽ നിന്ന് പുത്രൻ ജനിച്ചു. ഇനി ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു അരൂപി, അതാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ അരൂപി, ഹോളി സ്പിരിറ്റ്. പലപ്പോഴും നമ്മള് പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയുമ്പോൾ പലരും കരുതുന്നത് മനുഷ്യന്റെ ആത്മാവ് പോലെ ദൈവത്തിന്റെ ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവ്. തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. മനുഷ്യനൊരു ആത്മാവ് ഉള്ളതുപോലെ യേശുക്രിസ്തുവിന്റെ ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ യഹോവയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. പിതാവ് എന്ന സ്പിരിറ്റ് എന്നതുപോലെ തന്നെ, പുത്രൻ എന്നൊരു സ്പിരിറ്റ് ആയിരുന്നത് പോലെ തന്നെ മറ്റൊരു മൂന്നാമത്തെ ദൈവത്തിന്റെ മൂന്നാമത്തെ സ്പിരിറ്റാണ് പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. അതായത് പിതാവിനോട് സമനാണ് ഹോളി സ്പിരിറ്റ്, പുത്രനോടും സമനാണ് ഹോളി സ്പിരിറ്റ്. പിതാവാണോ വലുത്, ഹോളി സ്പിരിറ്റ് ആണോ വലുത് എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും ഈക്വലാണ്. പുത്രനാണോ വലുത്, പിതാവാണോ വലുത് എന്ന് ചോദിക്കുമ്പോൾ ഈക്വലാണ്. പുത്രനാണോ വലുത്, പരിശുദ്ധാത്മാവാണോ വലുത് എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും ഈക്വലാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യരാണ്. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്നതാ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൗരസ്ത്യ സഭകളിൽ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയും. എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ ഒരു ദൈവിക ഉണ്മയാണ്. ഒരേ ഒരു ദൈവിക ഉണ്മയേ ഉള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് 3 ആളുകളാണെങ്കിലും അവർക്ക് ഒരേ ഒരു ദൈവിക ഉണ്മയേ ഉള്ളൂ. അതുകൊണ്ട് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാണെന്ന് നമ്മൾ പഠിക്കുകയാണ്. പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആളത്വത്തെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്, ഹോളി സ്പിരിറ്റ്. വചനം ആരംഭിക്കുമ്പോൾ ബൈബിളിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുമ്പോൾ തന്നെ ജലത്തിനു മീതെ ആത്മാവ്, ദൈവ ചൈതന്യം, റൂഹ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് കാണുകയാണ്. വചനം എങ്ങനെയോ പറയുന്നത്, ഈ ജലം എന്ന് പറയുന്നത് ജീവജലത്തെ പറയുന്നത്. ഈ ജീവജലത്തിന് മീതെ ദൈവ ചൈതന്യം, അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് റൂഹ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുക ഇങ്ങനെയാണ്, ജലത്തിന് മീതെ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പറയുന്നത്, പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവ്
പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? പിതാവിൽ നിന്ന് സർവവും എന്തിൽ നിന്ന് ഉത്ഭവിച്ചോ ആ പിതാവിൽ നിന്ന്, സർവവും ആരിലൂടെ കടന്നു വന്നു ആ പുത്രനിലൂടെ, സർവവും ആരിൽ ഉത്ഭവിച്ചു ആ പരിശുദ്ധാത്മാവിൽ. അപ്പൊ സൃഷ്ടികർമ്മം നടക്കുന്നത് ഇപ്രകാരം പറയുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. അതായത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എവിടേക്കോ വ്യാപിക്കുന്നുവോ അവിടെ പുത്രൻ കടന്നു വന്നുകൊണ്ട് സൃഷ്ടികർമ്മം നടത്തുകയാണ്. പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ ആണ് സൃഷ്ടികർമ്മം നടക്കുന്നത് എന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അയർമിസ് പിതാവ് ഇങ്ങനെ പറയുന്നത്, പിതാവായ ദൈവത്തിന്റെ ഭൂമിയിലേക്ക് നീട്ടിയിരിക്കുന്ന ഇരു കൈകൾ പോലെയാണ് പുത്രനും പരിശുദ്ധാത്മാവും. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവ ചൈതന്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രകാരം പരിശുദ്ധാരൂപി വ്യാപിച്ചു നിൽക്കുകയാണ്. സർവത്തെയും വിശുദ്ധീകരിച്ചുകൊണ്ട്, സർവത്തെയും പവിത്രീകരിച്ചുകൊണ്ട്, സർവത്തെയും പൂർണ്ണമാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. റൂഹ, കാറ്റെന്നർത്ഥത്തിലാണ് സഭ ഇതിനെ പറയുന്നത്. സർവവ്യാപിയാകുന്ന പരിശുദ്ധാത്മാവ്. ദൈവം സർവവ്യാപിയായിരിക്കുന്ന പ്രകാരമാണ്. പുത്രനായ ദൈവമാണ് സൃഷ്ടികർമ്മത്തിന് വേണ്ടി വചനമാകുന്ന ദൈവമാണ് ഇറങ്ങി വരുന്നത്. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിന് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവനിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടു. വചനമാകുന്ന ദൈവത്തിലൂടെ സകലതും സൃഷ്ടിക്കപ്പെടുന്നു. ആ സൃഷ്ടിക്കപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൽ. അതാണ് അതിന്റെ ഉത്തരം. അതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ഒന്നാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സകലത്തിലേക്കും ഒന്നാക്കപ്പെടുകയാണ്. അതായത് പരിശുദ്ധത്വത്തിലേക്ക് നാം ഒന്നാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവിടെ നമ്മള് ജീവന്റെ ശ്വാസം റൂഹായെ കാണുകയാണ്. ദൈവം ജഡം കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി. ജഡം കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തിയതിനു ശേഷം അവന്റെ നാസാരന്തരങ്ങളിലേക്ക് ദൈവം ഊതി, റൂഹ ഊതി, കാറ്റൂതി. അപ്പോൾ മനുഷ്യൻ ജീവനുള്ളതായി തീർന്നു എന്ന തിരുവചനം പറയുന്നത്. അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും ആത്മാവും ചേർന്നതാണ് മനുഷ്യൻ. അവനുള്ളിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിക്കുമ്പോഴാണ് അവൻ ജീവനുള്ളതായി തീരുന്നത്. ഈ ജീവൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന മാനുഷിക ജീവനെ പറ്റിയല്ല, ദൈവിക ജീവനെ പറ്റിയാണ് പറയുന്നത്. ആദ്യത്തിന് ജീവൻ ലഭിക്കുന്നു, ദൈവിക ജീവൻ ലഭിക്കുന്നത് അവന്റെ ഉള്ളിലേക്ക്, നാസാരന്തരങ്ങളിലേക്ക് ദൈവം തന്റെ റൂഹായെ, ജീവന്റെ ശ്വാസത്തെ ഊതിയപ്പോഴാണ്. അപ്പോൾ അവൻ ജീവനുള്ളതായി തീർന്നു എന്ന വചനം പറയുന്നത്. എന്നിട്ട് ദൈവം അവനോട് പറയുന്നുണ്ട്, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ പഴം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ആ പാപം ചെയ്യുമ്പോൾ നമ്മളോട് മരിക്കുന്നത് കാണുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അവന്റെ ഉള്ളിലുള്ള ജീവന്റെ ശ്വാസം, പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി. പ്രൈസ് ലോർഡ്. നമ്മളത് കാണുകയാണ് വചനത്തിൽ. പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി. അവന്റെ ജീവന്റെ ശ്വാസം അവന് പോയി, നഷ്ടപ്പെട്ടു പോയി. അപ്പോഴാണ് അവൻ അറിയുന്നത്, തിരിച്ചറിയുന്നത്. അവന് ലജ്ജയുണ്ടായി. പാപം കടന്നു വന്നപ്പോഴുണ്ടാകുന്ന മരണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ബൈബിളിന്റെ ഭാഷയിൽ, സ്വർഗത്തിന്റെ ഭാഷയിൽ മരണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുന്നതാണ്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അതിനെയാണ് മരണം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് എപ്പോൾ പ്രവേശിക്കുന്നുവോ അതിനെയാണ് ദൈവിക ജീവൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കുദാശകളിലൂടെ നമുക്ക് ദൈവിക ജീവൻ ലഭിക്കുന്നു എന്ന് പറയുക. എന്താണ് ഈ ദൈവിക ജീവൻ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോഴാണ് നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിക്കും എത്രയോ അധികമായി പ്രാധാന്യമുള്ളതാണ്. നമ്മൾ എത്ര അധികമായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം.
കാരണം പരിശുദ്ധാരൂപി നമ്മെ വിട്ടുപോയാൽ ആ നിമിഷം ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ മരിച്ചു. അതാണ് പാപത്തെ സംബന്ധിച്ചുള്ള മരണം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരികളെ, മനുഷ്യകുലത്തിൽ പാപം വഴി പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയപ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രതിഭാസം എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം കാണുകയാണ്. സകലരും ദുഷ്ടന്മാരായി തീർന്നു. സകലരും ദുഷ്ടന്മാരായി തീർന്നു. ദൈവം എത്ര മനോഹരമായിട്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. എല്ലാം നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നു തന്നെയല്ലേ ദൈവം പറഞ്ഞത്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും ദൈവം ഏറ്റവും അധികം സന്തോഷിച്ചു. കാരണം എന്താ? ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ പാപം കടന്നു വന്നതോടുകൂടി മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടതോടുകൂടി ദൈവത്തിന്റെ ഛായ നഷ്ടപ്പെട്ടു പോയി. ദൈവപുത്ര സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് അധപതിച്ച മനുഷ്യനെ വീണ്ടെടുക്കുവാനാണ് രക്ഷകൻ കടന്നു വരുന്നത്. തിരികെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുവാൻ, അതായത് നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിന് തിരികെ നമ്മിലേക്ക് നൽകുന്നതിന് വേണ്ടിയാണ് മനുഷ്യപുത്രനായി ദൈവം കടന്നു വന്നത്. അതാണ് രക്ഷാകര കർമ്മം എന്ന് പറയുന്നത്. നാം എങ്ങനെയായിരുന്നുവോ, ദൈവം സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ എങ്ങനെയായിരുന്നുവോ അതിലേക്ക് അവനെ വീണ്ടെടുക്കുക എന്നതായിരുന്നു രക്ഷാകര കർമ്മം. വീണ്ടെടുപ്പ് എന്നാ പറയാ, വീണ്ടെടുപ്പ്. മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് വീണ്ടുപോയി അതിനെ തിരികെ വീണ്ടെടുക്കുന്നു. അതാണ് രക്ഷാകര കർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പരിശുദ്ധാത്മാവ് ഉള്ളവനായിരുന്നു, അവൻ വീണ്ടുപോയി പരിശുദ്ധാത്മാവ് ഇല്ലാത്തവനായി. തിരികെ അവനിലേക്ക് പരിശുദ്ധാത്മാവിന് നൽകുന്നതാണ് രക്ഷാകര കർമ്മം. അതാണ് പരിശുദ്ധാത്മാവിനെ പറ്റി ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ പരിശുദ്ധാത്മാവില്ലാത്ത മനുഷ്യർ പാപം നിറഞ്ഞ് ഭൂമിയെ ദുഷിപ്പിക്കാൻ തുടങ്ങി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അനുതപിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുക. ദൈവം എന്നിട്ട് നോഹയെ തെരഞ്ഞെടുത്തിട്ട് ജലപ്രളയം നൽകിക്കൊണ്ട് മനുഷ്യകുലത്തെ ഒന്ന് ശുദ്ധീകരിക്കുകയാണ്, ഭൂമി ഒന്ന് ശുദ്ധീകരിക്കുക ജലപ്രളയത്തിലൂടെ. ആ ജലപ്രളയത്തിലൂടെ രക്ഷ പ്രാപിച്ചവർ 8 പേരാണ്. നോഹ, നോഹയുടെ ഭാര്യ, നോഹയുടെ 3 ആൺമക്കൾ. അങ്ങനെ 3 പേരാണ് ജലപ്രളയത്തിലൂടെ രക്ഷ പ്രാപിച്ചത്. ഇതാണ് ആദ്യത്തെ മാമോദിസ. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാ: അവരാകട്ടെ നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. അതിന്റെ സദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. എന്താണ് ജ്ഞാനസ്നാനം? ദൈവം ഭൂമിക്ക് നൽകിയ മാമോദീസയാണ് ആദ്യത്തെ ജലപ്രളയം എന്ന് പത്രോസിനോട് പറയുക. ആ ജലപ്രളയത്തിലൂടെ 8 പേരാണ് രക്ഷ പ്രാപിച്ചത്. അതിന് സദൃശ്യമായ ജ്ഞാനസ്നാനമാണ് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുന്നത്, രക്ഷിക്കുന്നത്. അതായത് മാമോദീസായുടെ ആദ്യത്തെ പ്രതീകം ആ ജലപ്രളയമാണ്. അതിലൂടെ കടന്നു വന്ന 8 പേരിൽ നിന്നാണ് ഈ ലോകത്ത് സകല മനുഷ്യരും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ആ 8 പേരിലൂടെയാണ് പരിശുദ്ധാത്മാവ് എല്ലാ മനുഷ്യരിലും ഉള്ളത്. അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരും ദുഷ്ടന്മാരായി തീർന്നേനെ, എല്ലാ മനുഷ്യരും കൊടും പാപികളായി തീർന്നേനെ. നോഹയുടെ കാലത്ത് അങ്ങനെയുള്ള മനുഷ്യന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നും എല്ലാ മനുഷ്യരുടെ ഉള്ളിലെ ഒരു നന്മ, ഏത് ജാതിയായിക്കോട്ടെ, ഏത് മതമായിക്കൊള്ളട്ടെ, എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു നന്മ വസിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നോഹ സ്വീകരിച്ച മാമോദീസയ. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓരോ വ്യക്തിയുടെ ഉള്ളിലും എല്ലാ മനുഷ്യരുടെ ഉള്ളിലും അവർക്ക് നന്മ ഉണ്ടാകുമാറ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാരൂപിയാണ്. എന്നാൽ അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത് ജ്ഞാനസ്നാനത്തിലൂടെയാണ്. ജ്ഞാനസ്നാനം ലഭിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രമായി അധികാരപ്പെടുത്തിയിരിക്കുക. അല്ലെങ്കിൽ എൻ്റെ ആത്മാവിൽ ഏത് പിശാചിന് വേണമെങ്കിലും കയറി വരാം. എന്നാൽ മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിന് മാത്രമേ അധികാരമുള്ളൂ.
അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ മാമോദിസ കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവിന് അധികാരമുള്ള വ്യക്തിയാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ദുഷ്ടാരൂപികൾ പ്രവേശിച്ചു എന്ന് വരാം. അത് വരാതിരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിന് തീരെഴുതി കൊടുക്കുകയാണ്. അതാണ് മാമോദിസയോട് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം ഓരോ വ്യക്തികളിലേക്കും ദൈവം സെപ്പറേറ്റായി വിളിച്ച് നൽകുന്നതാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. നോഹയെ ദൈവം വിളിച്ചു, അബ്രാഹത്തെ വിളിച്ചു, ഇസ്ഹാക്കിനെ വിളിച്ചു. അബ്രാഹത്തിന് 6 മക്കളുണ്ടായിരുന്നു. 6 മക്കളുണ്ടായിരുന്നു. 6 2 8 മക്കളുണ്ടായിരുന്നു. അബ്രാഹത്തിന് ഇസ്മായിൽ ഉണ്ടായിരുന്നു മകനായിട്ട്, ഇസ്ഹാക്ക് ഉണ്ടായിരുന്നു, കെത്തൂറയിൽ 6 മക്കൾ വേറെ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ നിന്ന് തെരഞ്ഞെടുത്തത് ഇസ്ഹാക്കിനെയാ. ഒരൊറ്റ വ്യക്തിയെ തെരഞ്ഞെടുത്തുള്ളൂ. എന്നാൽ അതിനുശേഷം ഇസ്ഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു, ഏസാവും യാക്കോബും. പക്ഷെ യാക്കോബിനെ മാത്രമേ തെരഞ്ഞെടുത്തുള്ളൂ. യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞത് ജോസഫിലായിരുന്നു. പിന്നെ തുടർന്നു പോയാൽ മോശയെ ദൈവം വിളിക്കുന്നത് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയെല്ലാം ഒരു അഭിഷേക പ്രവൃത്തി ചെയ്യുന്നത് കാണാൻ സാധിക്കും. അഭിഷേക പ്രവൃത്തി. തൈലമെടുത്ത് ശിരസിലൂടെ ഒഴിച്ച് അഭിഷേകം ചെയ്തുകൊണ്ട് മിശിഹാക്കിക്കൊണ്ട് അഭിഷിക്തരാക്കിക്കൊണ്ട് സാമുവേൽ പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു. സാമുവേൽ പ്രവാചകൻ സാവൂളിനെ അഭിഷേകം ചെയ്യുന്നു. ഇനി പ്രവൃത്തി കാണാൻ സാധിക്കും. എന്താ കാരണം? പരിശുദ്ധാത്മാവ് ഒരേ സമയം ഒരു വ്യക്തിയിൽ മാത്രമേ നിലകൊള്ളുന്നുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് പഴയ നിയമത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുക. സാമുവേൽ പ്രവാചകൻ സാവൂളിനെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തതിനു ശേഷം സാവൂൾ പാപം ചെയ്തപ്പോൾ ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തു. ദാവീദിനെ തെരഞ്ഞെടുത്തപ്പോൾ സാമുവേൽ പ്രവാചകൻ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു. ആ നിമിഷം സാവൂളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയി. ഒരു ദുരാത്മാവ് അവനിൽ പ്രവേശിച്ചു. അതെങ്ങനെയാ പറയുന്നത്? അതായത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് മാറ്റപ്പെടുന്നു. ഇങ്ങനെ മാറ്റപ്പെടുമ്പോൾ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നു. സംഖ്യയുടെ പുസ്തകത്തിൽ ഇപ്രകാരം കാണാൻ സാധിക്കും. മോശ 70 നേതാക്കന്മാരെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു. മുകളിലോട്ട് കൊണ്ടുപോവുക. അവിടെ വെച്ച് മലമുകളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം പരിശുദ്ധാത്മാവിനെ മോശയിൽ നിന്ന് എടുത്ത് പകർത്തി 70 നേതാക്കന്മാർ കൊടുക്കുന്നു. അവർ പ്രവചിക്കുന്നു. അവരിൽ 2 പേർ മുകളിലോട്ട് കയറാൻ മടിച്ചിട്ട് നാണം കാരണം കൊണ്ട് അവർ മുകളിലോട്ട് പോകാതെ ജനക്കൂട്ടത്തിനിടയിൽ പാളയത്തിലിരുന്നു. എന്നാൽ ദൈവം ആ 2 പേരിലേക്കും പരിശുദ്ധാത്മാവിനെ വർഷിച്ചപ്പോൾ അവരും പ്രവചിക്കാൻ തുടങ്ങി. അപ്പോൾ മോശയോട് പറയുക, ഇതാ പാളയത്തിൽ 2 പേർ പ്രവചിക്കുന്നു, അവരോട് മിണ്ടാതിരിക്കാൻ പറയട്ടെയോ? അപ്പോൾ മോശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്തിന് ഇടപെടുന്നു? ഈ കാണുന്ന എല്ലാവരും, ഇസ്രായേൽ സമൂഹം മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും സാധ്യമാകുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1 രാജാക്കന്മാർ 22-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു സംഭവം നടക്കുകയാണ്. അക്കാലത്ത് ഏറ്റവും വലിയ പ്രവാചകൻ മിക്കയായിരുന്നു. യഹോശാഫത്ത് രാജാവ് യൂദയുടെ രാജാവും ഇസ്രായേൽ രാജാവായ ആഹാബ് നിലകൊള്ളുന്ന കാലഘട്ടം. ആഹാബ് രാജാവ് സിറിയയുമായി യുദ്ധത്തിന് പോകാൻ ആഗ്രഹിച്ചു. കൂടെ കൂടുവാനായിട്ട് യഹോശാഫത്ത് രാജാവിനെ വിളിക്കുകയാണ്. യഹോശാഫത്ത് രാജാവ് പറഞ്ഞു, കർത്താവ് പറഞ്ഞല്ലാതെ ഞാൻ യുദ്ധത്തിന് പോവുകയില്ല. ആഹാബാകട്ടെ കർത്താവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ്. വിജാതീയ ദേവന്മാരെ പൂജിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആഹാബ് രാജാവ് പ്രവാചകന്മാരെ വിളിക്കാൻ പറഞ്ഞു. കർത്താവിന്റെ പ്രവാചകന്മാരെ വിളിച്ചു. അവർ ഓരോരുത്തരായി പ്രവചിക്കാൻ ആരംഭിച്ചു. ആഹാബ് യുദ്ധത്തിൽ വിജയം നേടുമെന്ന് പ്രവചിക്കാൻ ആരംഭിച്ചു. അപ്പോൾ യഹോശാഫത്ത് പറഞ്ഞു, മിക്ക എന്ന പ്രവാചകൻ പറയാതെ ഞാൻ പോവുകയില്ല. കർത്താവിന്റെ പ്രവാചകനാണ് മിക്ക പറയാതെ പോവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ
മിക്കായെ ഗുഹയിൽ നിന്ന് തേടി പിടിച്ചു കൊണ്ടുവരികയാണ്. ആഹാബ് രാജാവ് മിക്കായെ കണ്ട കൊന്നുകളയും. എന്നാൽ ഈ ഒരു കണ്ടീഷനിൽ മിക്കായെ കൊണ്ടുവരികയാണ്. മിക്ക പ്രവാചകന് പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പ്രവചിക്കാൻ തയ്യാറായില്ല. അവൻ പറഞ്ഞു, യുദ്ധത്തിന് മുകളിൽ വിജയിക്കുമെന്നൊക്കെ പറയുക. അപ്പൊ യെഹോശാഫത്ത് രാജാവ് പറഞ്ഞു, നീ കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ചു പറയുക. അപ്പോൾ മിക്കായ പ്രകാരം പറഞ്ഞു, ഈ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ആഹാബ് വധിക്കപ്പെടും. അങ്ങനെ വധിക്കപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് കർത്താവ് തന്റെ ദൂതന്മാരോട് ചോദിച്ചു. അപ്പോൾ ഒരു ദൂതൻ പറഞ്ഞു, ഞാൻ നുണയുടെ ആത്മാവായി അവിടെയുള്ള പ്രവാചകന്മാരെ നാവിലിരിക്കും, അവർ നുണ പറയും, അങ്ങനെ ആഹാബ് യുദ്ധത്തിന് പോകും എന്ന് പറഞ്ഞു എന്ന് മിക്ക പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന സദക്കിയ മിക്കായുടെ കവിളത്തടിച്ച് ചോദിക്കുക, എപ്പോഴാണ് ഇത് പ്രവചിക്കുവാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് നിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരപ്പെടുന്ന ആത്മാവ്. മിക്ക പറഞ്ഞു, നിന്റെ ഉള്ളിലേക്ക് നുണയുടെ ആത്മാവാ, എൻ്റെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ്. പിന്നെ യുദ്ധത്തിൽ അപ്രകാരം സംഭവിക്കുകയും ആഹാബ് മരിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ കാണുകയാണ് പകരപ്പെടുന്ന ആത്മാവ്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരപ്പെടുന്ന ആത്മാവ്. ഇതാണ് യേശു ക്രിസ്തുവിന് മുമ്പ് വരെ പ്രവാചകന്മാരിലൂടെ പകരപ്പെട്ട ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ ചരിത്രം എന്ന് പറയുന്നത്. എന്നാൽ കാലത്തിന്റെ സമ്പൂർണതയിൽ എന്ത് സംഭവിച്ചു? കത്തോലിക്ക സഭയുടെ മതപരിണതം ഗ്രന്ഥം ഇപ്രകാരം പറയുക, കാലത്തിന്റെ സമ്പൂർണതയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഒന്നാമത്തെ വ്യക്തി പരിശുദ്ധ കന്യകാമറിയം, രണ്ടാമത്തെ വ്യക്തി സ്നാപക യോഹന്നാൻ, മൂന്നാമത്തെ വ്യക്തി യേശു ക്രിസ്തു. പരിശുദ്ധാത്മാവിന്റെ ദൗത്യം കൈമാറുന്നത് വളരെ രസകരമായി കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മേൽ ആവസിക്കുകയാണ്. കാലത്തിന്റെ സമ്പൂർണതയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മറിയം ഈശോയെ ഗർഭം ധരിച്ചുകൊണ്ട് എലിസബത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ എലിസബത്തിനോട് അഭിവാദനം പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു സ്നാപകയോഹന്നാൻ തുള്ളിച്ചാടി. പരിശുദ്ധാത്മാവ് പകരുകയാണ്. പിന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സ്നാപകയോഹന്നാൻ കടക്കുകയാണ്. സ്നാപകയോഹന്നാൻ ഗലീലി തീരങ്ങളുടെ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. യേശു ക്രിസ്തു കടന്നു വരികയും പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപത്തിൽ യേശു ക്രിസ്തുവിനെ കടന്നു വരികയും ചെയ്തപ്പോൾ ഈ ദൗത്യം കൈമാറുകയാണ്. പിന്നെ ജനം മുഴുവൻ യേശുവിന്റെ കൂടെ പോകുമ്പോൾ ശിഷ്യന്മാരെ സ്നാപകയോഹന്നാനോട് ചോദിക്കുമ്പോൾ സ്നാപകയോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. പരിശുദ്ധാത്മാവ് അവനിൽ വളരുന്നു, എന്നിൽ കുറഞ്ഞു പോകുന്നു. പിന്നീട് സ്നാപകയോഹന്നാൻ വധിക്കപ്പെടുന്നു, യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യപ്പെടുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവുള്ള വ്യക്തി പരിശുദ്ധ കന്യകാമറിയമായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കൂടെ പെന്തക്കോസ്താ നാളിൽ ഒരുമിച്ചിരിക്കുമ്പോൾ സകലരിലേക്കും പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നു തീനാവിന്റെ രൂപത്തിൽ. ഇതാണ് പെന്തക്കോസ്താ അനുഭവം എന്ന് പറയുന്നത്. ഇതാണ് പുതിയ നിയമത്തിൽ ക്രിസ്തുവിന് ശേഷം സഭയിൽ സന്നിഹിതനാകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരപ്പെടുന്ന ആത്മാവായിട്ടാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കുരിശും മരണത്തിലൂടെ ഏകനായ ദൈവം അനേകരിൽ ആയിരിക്കുവാനായി അവന്റെ ശരീരവും അവന്റെ രക്തവും വിഭജിക്കപ്പെട്ടപ്പോൾ, വിഭജന ശുശ്രൂഷയിലൂടെ അവന്റെ ശരീരം ചിതറിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാവരിലേക്കും കടന്നു വരാൻ തക്കവണ്ണം അനേകമാക്കപ്പെടുകയാണ്. അതുമല്ലെങ്കിൽ അനേകരെ പരിശുദ്ധാത്മാവിൽ ഒന്നാക്കപ്പെടുകയാണ് ചെയ്തത്. അതാണ് പുതിയ പെന്തക്കോസ്താ അനുഭവം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ചരിത്രത്തിലൂടെയുള്ള പ്രയാണം എന്ന് പറയുന്നത്. നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് മാമോദിസ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയുടെ പരിശുദ്ധാത്മാവ് പ്രവേശിക്കുക, സ്ഥൈര്യലേപനം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും പരിശുദ്ധാത്മാവ് അഭിഷേകത്താൽ അനോയിന്റിങ് ചെയ്യുക, അഭിഷേകം ചെയ്യുക, സ്ഥിരപ്പെടുത്തുക. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? പെന്തക്കോസ്തായ്ക്ക് ശേഷം പരിശുദ്ധമ്മയോട് കൂടെ ഇരുന്ന സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് സകലിലേക്കും കടന്നു വരിക. എന്തുകൊണ്ട് കടന്നു വന്നു? എങ്ങനെയാ പ്രവർത്തനമുണ്ടായി?
യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്താലുണ്ടായ രക്ഷയുടെ അനുഭവമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയൊരു ബന്ധപുസ്തകം കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാ. ഏത് പരിശുദ്ധാത്മാവിനെ? മോശയെ ധൈര്യപ്പെടുത്തിയ അതേ പരിശുദ്ധാത്മാവ്, അബ്രാഹത്തെ വിളിച്ച ധൈര്യപ്പെടുത്തിയ അതേ പരിശുദ്ധാത്മാവ്, ഏലിയായെ അഭിഷേകം ചെയ്ത അതേ പരിശുദ്ധാത്മാവ്, ദാവീദിനെ രാജാവാക്കിയ അതേ പരിശുദ്ധാത്മാവ്, യേശു ക്രിസ്തുവിലും പരിശുദ്ധ കന്യാമറിയത്തിലും സ്നാപക യോഹന്നാനിലും ആവസിച്ച അതേ പരിശുദ്ധാത്മാവ്, സ്ലീഹന്മാരിൽ നിറഞ്ഞു നിന്ന അതേ പരിശുദ്ധാത്മാവ്, ഉന്നതത്തിന് ശക്തിയുള്ള ദൈവത്തിന്റെ ആത്മാവ്, ഹോളി സ്പിരിറ്റ്. അതാണ് മാമോദീസായുടെയും സൈന്യത്തിൽ നമ്മുടെ ഉള്ളിൽ കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ആ അഭിഷേകമാണ് നാം ഓരോ പെന്തക്കോസ്തായ്ക്കും പുതുക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ ദിനത്തിൽ നമ്മൾ ആചരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആ വലിയൊരു അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേകം, ആ ശക്തി നമ്മളുള്ളിൽ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.